നമസ്കാരം. കഴിഞ്ഞ 2-3 ദിവസമായി സോഷ്യൽ മീഡിയകളിലും വാർത്താ ചാനലുകളിലും കോമഡി പരിപാടികളിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയാണ്. കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായ ആളുകൾക്ക് വരെ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോപൻ സ്വാമിയെ പരിചിതമായി കഴിഞ്ഞു. BMS എന്ന സംഘപരിവാർ തൊഴിലാളി സംഘടനയിൽ അംഗമായിരുന്ന ചുമട്ടുതൊഴിലാളിയായിരുന്നു ഗോപൻ. ഇന്ന് ഗോപൻ സ്വാമി എന്നാണ് വാർത്തകൾ നിറയുന്നത്. ശരിക്കും ഗോപൻ എന്ന ഗോപൻ സ്വാമിയുടെ സമാധി എന്ന് വീട്ടുകാർ കൊട്ടിഘോഷിക്കുന്ന മരണത്തിന് പിന്നിൽ ശരിക്കും എന്തായിരിക്കും നടന്നത്? എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി വീട്ടുകാർ അദ്ദേഹത്തെ വകവരുത്തിയതാണോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഉയരുന്നത്. ഗോപനോട് മക്കൾ പരുഷമായി പെരുമാറിയെന്നും അദ്ദേഹത്തിന് ചില ഓർമ്മക്കുറവുണ്ടായിരുന്നുവെന്നും നാട്ടുകാർ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹതകൾ ആരോപിക്കപ്പെടുന്നത്. അച്ഛൻ സമാധിയായി എന്ന് ആണയിട്ട് പറയുന്ന മക്കളും ഭാര്യയും സത്യത്തിൽ ജീവിക്കുന്നത് ഏത് നൂറ്റാണ്ടിലാണ്? സാങ്കേതിക വിദ്യ ഇത്രയും പുരോഗമിച്ച കാലഘട്ടത്തിൽ തെളിവുകൾക്കായി ഒന്നും അവശേഷിക്കുന്നില്ല എന്ന വീട്ടുകാരുടെ വാക്കുകൾ സംശയിക്കാതെ തരമില്ല. VSDP അടക്കം സംഘടനാ നേതാക്കൾ പോസ്റ്റ്മോർട്ടം നടത്താനുള്ള പോലീസ് നീക്കത്തെ തടഞ്ഞത് തുടക്കത്തിൽ രംഗത്തുണ്ടായിരുന്നു. എന്നാൽ പോലീസ് നിലപാട് കടുപ്പിച്ചതോടെ അവർ കളം വിട്ടു. ഇതോടെയാണ് മരണത്തിന്റെ ദുരൂഹത നീക്കാനുള്ള നടപടികൾ വേഗത്തിലായതും. ഗോപൻ സ്വാമിയുടെ വിവാദ കല്ലറ തുറന്ന് പുറത്തെടുക്കാനുള്ള മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ 3 തലങ്ങളിലുള്ള പരിശോധന നടത്തുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. വിഷം ഉള്ളിൽ ചെന്നാണോ മരണമെന്നും പരിക്കേറ്റാണോ അതോ സ്വാഭാവിക മരണമെന്നാണോ പരിശോധിക്കും. വിഷാംശം കണ്ടെത്താനായാൽ ആന്തരിക അവയവങ്ങളുടെ സാമ്പിളുകൾ ശേഖരിക്കുമെന്നും ഡോക്ടർമാർ അറിയിച്ചു. ഇനി ജീവനോടെയാണോ സമാധിയിലിരുത്തിയതെങ്കിൽ കല്ലറയിൽ നിറച്ചിരുന്ന ഭസ്മത്തിന്റെ അംശം ശ്വാസകോശത്തിൽ തീർച്ചയായും ഉണ്ടാകും. പോസ്റ്റ്മോർട്ടത്തിന്റെ കാര്യത്തിലും പോലീസ് വ്യക്തത വരുത്തും. അതുകൊണ്ട് തന്നെ 3 ഫോറൻസിക് വിദഗ്ധരുടെ സാന്നിധ്യത്തിൽ ത്രിതല ഫോറൻസിക് പരിശോധനയാണ് പോസ്റ്റ്മോർട്ടം നടപടിയിൽ പോലീസ് ഒരുക്കുന്നത്. ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ പരിശോധനയുടെ ഫലം വരാൻ ഒരാഴ്ചയെങ്കിലും കാലതാമസമെടുക്കും. പരുക്കുകൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ റേഡിയോളജി എക്സ്റേ പരിശോധനകൾ നടത്തും. ഇതിന്റെ ഫലം ഇന്ന് തന്നെ ലഭിക്കും. 3ാമത്തെ പരിശോധന സ്വാഭാവിക മരണമെന്നാണ് സ്ഥിരീകരിക്കാനാണ്. രോഗാവസ്ഥ അടക്കം പല സാഹചര്യങ്ങളും വിലയിരുത്തിയാണ് ഇതിൽ തീരുമാനമെടുക്കുക. മരിച്ചത് ഗോപൻ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്താൻ ശാസ്ത്രീയമായി തെളിയിക്കാനും DNA പരിശോധനയും നടത്തും. അതേസമയം പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്തേക്ക് മൂത്ത മകൻ സനന്ദനെ കൊണ്ടുപോയി. ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് മകൻ പോവാൻ തയ്യാറാവുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം കുടുംബം ഏറ്റെടുക്കേണ്ടി വരും. മൃതദേഹം അഴുകിയ നിലയിലാണെങ്കിൽ പോസ്റ്റ്മോർട്ടം സ്ഥലത്ത് വെച്ച് തന്നെ നടത്താമെന്നായിരുന്നു നേരത്തെയുണ്ടായിരുന്ന തീരുമാനം. അതിനാൽ ഫോറൻസിക് സർജർ അടക്കം സംഘം സ്ഥലത്തെത്തിയിരുന്നു. എന്നാൽ അഴുകിയിട്ടില്ലാത്തതിനാൽ ഫോറൻസിക് സംഘം മടങ്ങുകയായിരുന്നു. കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഉണ്ടായിരുന്നു. ഹൃദയഭാഗം വരെ പൂജാദ്രവ്യങ്ങൾ നിറച്ച നിലയിലായിരുന്നു. കളക്ടറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസം മുമ്പ് കല്ലറ പൊളിക്കാൻ ശ്രമിച്ചുവെങ്കിലും പ്രതിഷേധത്തെ തുടർന്ന് പിന്മാറുകയായിരുന്നു. ഗോപൻ സ്വാമിയെ കാണാനില്ല എന്ന കേസിൽ അന്വേഷണം നടത്തുന്ന പോലീസിന് കല്ലറ തുറന്ന് പരിശോധിക്കുന്ന തടസ്സമായിരുന്നെന്നും കോടതി നിരീക്ഷിച്ചിരുന്നു. തുടർന്നാണ് പോലീസ് അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചത്. അതിരാവിലെ വൻ പോലീസ് സന്നാഹത്തോടെ വീട്ടിലെത്തി കല്ലറ പൊളിക്കുകയായിരുന്നു. എന്തായാലും ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ പുറത്തു വന്നേ മതിയാകൂ. നീതിയും നിയമവും നിലവിലുള്ള നാട്ടിൽ ഇത്തരം സംഭവങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. ഇത്തരം സംഭവങ്ങളെ ചോദ്യം ചെയ്യപ്പെടാതിരുന്നാൽ ഇനിയും നാട്ടിൽ നിരവധി ഗോപൻ സ്വാമിമാർ സമാധിയാവുക തന്നെ ചെയ്യും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.